പാലക്കാട് ചിറ്റൂർ പുഴയിൽ 2 യുവാക്കൾ കുടുങ്ങി. കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കളാണ് ഷൺമുഖം കോസ്വേക്ക് സമീപം കുടുങ്ങിയത്. ശ്രീഗൗതത്തെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. അരുണിനെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുന്നു. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സാജിദ്, എങ്ങനെയാണ് ഇവർ പുഴയിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? 2 വിദ്യാർത്ഥികളാണ് പുഴയിൽ കുടുങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവും. ഈ 10 വിദ്യാർത്ഥികളാണ്, കോയമ്പത്തൂർ കർഷക കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ കുളിക്കാൻ എത്തിയത്. ഇതിൽ ഒരു വിദ്യാർത്ഥി ഈ കെട്ടിലൂടെ നീന്തുന്നുണ്ട്. ഈ കോസ്വേക്ക് അകത്തെ ആ പൈപ്പിന് സമാനമായ അതിലേക്ക് അകത്തേക്ക് കുടുങ്ങുകയായിരുന്നു. ഇതിൽ നെയ്വേലി സ്വദേശി ആയ അരുൺകുമാറിന് വേണ്ടിയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൗതം എന്ന വിദ്യാർത്ഥിയെ നേരത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടി അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള വിവിധ ആളുകളും ഇവിടെ ഉണ്ട്. ഈ കുളിക്കാൻ 10 വിദ്യാർത്ഥികൾ എത്തുന്നു. ഇതിൽ 2 വിദ്യാർത്ഥികൾ ഈ കെട്ടിനകത്ത് കൂടി നീന്തുന്നു. അതിനകത്ത് കെട്ടിന് അകത്ത ഗ്യാപ്പിലേക്ക് 2 വിദ്യാർത്ഥികൾ പോവുകയായിരുന്നു. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി, ഗൗതം എന്ന വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. അരുൺകുമാർ എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാജിദ, ഇത് തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം തന്നെയായിരുന്നോ? സ്ഥിരമായ ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത്തരത്തിലുള്ള അപകടം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ രീതിയിലുള്ളൊരു അപകടം നടക്കുന്നത്. ഈ ചിറ്റൂർ പുഴയിൽ നേരത്തെയും ഒഴുക്കിയിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഗ്യാപ്പിനകത്ത്, കോസ്വേയുടെ ഗ്യാപ്പിനകത്ത് കുടുങ്ങിയുള്ള അപകടം ഈ സ്ഥിരമായി നടക്കുന്നതല്ല. ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റൂരിലാണ് 2 യുവാക്കൾ പുഴയിൽ കുടുങ്ങിയത്. അതിൽ ഒരാളെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോയമ്പത്തൂർ സ്വദേശികളാണ് ഇവർ. മറ്റൊരാളെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു യുവാക്കൾ. അതിനിടയിലാണ് അപകടത്തിൽ പെടുന്നത്. അതിലൊരാളെ ഉടനെ തന്നെ രക്ഷിക്കാൻ സാധിച്ചു. ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. തമിഴ്നാട്ടിൽ അവിടെ ബോധവൽക്കരണം